ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മിനി മോട്ടീവ്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എണീറ്റു കേട്ടോ. എന്നത്തെ പോലെയല്ല, ഇന്നും എനിക്ക് 1 to 10 ഡ്യൂട്ടി തന്നെയാണ്. പക്ഷേ ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റു. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ ഭയങ്കര എലോൺ വൈബാണ് ഗൈസ്. നേരത്തെ എണീറ്റിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷേ ഈ വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ എന്തോ എന്നും ഡെയിലി വ്ളോഗ്സ് ചെയ്തിടുന്നുള്ളത് കൊണ്ട് അങ്ങ് ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു തോന്നല. ആരൊക്കെയോ കാണുന്നുണ്ട്, ആരൊക്കെയോ കമൻറ്റ് ഇടുന്നുണ്ട്. എനിക്കറിയത്തില്ല, ഇന്നലെ ഒരു മിനി വ്ളോഗൊക്കെ ഇട്ടിട്ട് ആരൊക്കെയോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് ഗൈസ്. വീട്ടിൽ നിന്നൊക്കെ ഒത്തിരി മാറി ഇത്രയും ദൂരം വന്ന് നിൽക്കുമ്പോഴത്തേക്കും ആകെ ഒറ്റപ്പെട്ടൊരു ഫീലാണ്. അന്നേരത്തേക്കും ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്ത് ഞാൻ 3-4 വർഷം മുമ്പേ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അന്ന് പക്ഷേ കോളേജിൽ പഠിക്കുന്ന ടൈമിലായിരുന്നു, ആന്ധ്രയിൽ. അപ്പം അവിടെ ഫ്രണ്ട്സൊന്നും ഇല്ലാണ്ട് ഒറ്റയ്ക്കായപ്പോഴാണ് ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ കേട്ടോ. പിന്നെ അതിന് വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പൈസ ഉണ്ടാക്കാം എന്നുള്ളൊരു മൈൻഡും കൂടി ഉണ്ടായിരുന്നു. ഞാനൊക്കെ ഭയങ്കര മിഡിൽ ക്ലാസ് പോലുമല്ല, ഭയങ്കര ലോ ക്ലാസ് ആയിട്ടുള്ള ഫാമിലിയാണ്. അപ്പം എൻ്റെ അമ്മേനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, കുറച്ച് പൈസ ഉണ്ടാക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയായിരുന്നു അന്ന് സ്റ്റാർട്ട് ചെയ്തത്. എങ്ങനെയാണ് കണ്ടൻ്റൊക്കെ എഴുതണ്ടേ, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ഞങ്ങൾക്ക് അന്ന് പഠിക്കാനുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ, ഞങ്ങൾക്ക് ഒത്തിരി സബ്ജക്ട്സ് പഠിക്കാനുണ്ടായിരുന്നു നേഴ്സിങ്ങിൽ. അപ്പോൾ അതിലെ ഓരോ സബ്ജക്റ്റ് ഞാൻ എടുത്തിട്ട് അത് ബാക്കിയുള്ളവർക്കും കൂടി പഠിക്കാനുള്ള ഹെൽപ്ഫുൾ ആവുമല്ലോ എന്നോർത്ത് അങ്ങനെ എടുത്തിട്ടു. അപ്പോൾ അത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറേ സബ്ജക്റ്റ് പഠിക്കാനുണ്ടായിരുന്നു നേഴ്സിങ്ങിൽ. അപ്പം എനിക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിലൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പം ഞാൻ യൂട്യൂബിൽ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് യൂട്യൂബിൽ അങ്ങനെ അധികം നേഴ്സിങ്ങിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസൊന്നും അന്ന് അധികം ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ബാക്കിയുള്ളവർക്കും കൂടി ഹെൽപ്ഫുൾ ആവുമല്ലോ. ഇപ്പം പുറത്തുനിന്നൊക്കെ പോയി പഠിക്കുന്ന കുട്ടികളെന്നൊക്കെ പറയുമ്പോൾ അവിടെ ശരിക്കും ക്ലാസ് ഒന്നും കിട്ടുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ഈ കർണാടക അല്ലെങ്കിൽ ആന്ധ്രയിൽ ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത് ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞു തരുമ്പോഴത്തേക്കും എൻ്റെ കൂടെ പഠിക്കുന്ന കൂടുതൽ കുട്ടികൾക്കും അത് മനസ്സിലാകത്തൊന്നുമില്ല. അപ്പം ഞാൻ ഓർത്തത് ബാക്കിയുള്ളവർക്കും കൂടി ഹെൽപ്ഫുൾ ആവില്ലേ. അപ്പം അങ്ങനെ വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ആദ്യം ഞാൻ ക്ലാസ് കാര്യങ്ങളൊക്കെ എടുത്ത് തുടങ്ങിയത്. പിന്നെ അത് എൻ്റെ കുറേ വീഡിയോസിനൊക്കെ അത്യാവശ്യം വ്യൂസൊക്കെ കയറി. പിന്നെ ഇടയ്ക്ക് വെച്ച് എക്സാംസും, പിന്നെ ഞങ്ങൾക്ക് ഫോൺ സബ്മിറ്റ് ചെയ്യണം. ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾക്ക് ഫോൺ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നതും അത് എഡിറ്റ് ചെയ്യുന്നതും പോസ്റ്റ് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ എനിക്ക് റെഗുലറായിട്ടൊന്നും ഇടാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ഇട്ട വീഡിയോസിനൊക്കെ യൂട്യൂബ് അത്യാവശ്യം ആഡും കാര്യങ്ങളൊക്കെ തന്നു, എനിക്ക് അത്യാവശ്യം വ്യൂവേഴ്സും ഒക്കെ തന്നുകൊണ്ടിരുന്നു. പക്ഷെ എനിക്ക് റെഗുലറായിട്ട് ഇടാൻ പറ്റിയില്ല എന്നുള്ള ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാനുള്ള ടൈമൊക്കെ ആയപ്പോഴത്തേക്കാണെങ്കിൽ എനിക്ക് ഫോൺ സബ്മിഷനും എക്സാംസും ഒക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ പെട്ട് എനിക്കതൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റാണ്ട് വന്നു. പിന്നെ കുറേ നാളത്തേക്ക് യൂട്യൂബ് എന്നുള്ളൊരു കാര്യമേ ഞാൻ വിട്ടുപോയി. പിന്നെ ഒരു എന്താ പറയുക, എൻ്റേതായ കാര്യങ്ങൾ അതും ഇതുമൊക്കെ ചെയ്തിങ്ങനെ പോയി. പക്ഷെ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വെറുതെ ഇങ്ങനെ യൂട്യൂബിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും നീ അത് വീണ്ടും തുടങ്ങ്, നല്ല രസമുണ്ട്, വ്യൂവേഴ്സൊക്കെ ഉണ്ടല്ലോ, മോണിറ്റൈസേഷനൊക്കെ ചെയ്തെടുക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും ചെയ്ത് നോക്കാം. പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ കണ്ടൻ്റ് ഒന്നും ഇപ്പം സ്റ്റഡീസ് ഇടാനാണെങ്കിലും ഇപ്പം എൻ്റെ ടെക്സ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പം എന്ത് ചെയ്യും എന്നുള്ളൊരിത് വന്നപ്പം പിന്നെ ഓർത്ത് ഞാൻ ഇവിടെ ഭയങ്കര എന്താ പറയുക എലോൺ വൈബ് അടിച്ച് നടക്കുകയാണ്. ഒറ്റയ്ക്ക് ഇടയ്ക്കിടയ്ക്കല്ല, ഞാൻ ഇവിടെ നിന്ന് ഇടുക്കിക്കൊക്കെ ആണെങ്കിലും ഒറ്റയ്ക്ക് പോവും. പിന്നെ ഇവിടെ നിന്ന് സിനിമയ്ക്കൊക്കെ പോകുമ്പോഴാണെങ്കിലും അങ്ങനെ ഞങ്ങൾക്ക് ഡ്യൂട്ടി ഷിഫ്റ്റൊക്കെ ഡിഫറെൻറ്റ് ടൈംസിൽ വരുന്നതുകൊണ്ട് എനിക്കങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാനുള്ളൊരു ടൈം കിട്ടാറില്ല. അപ്പോൾ ഷിഫ്റ്റിങ്ങിൻ്റെ ഒരു പ്രശ്നമാണ്. പിന്നെ ഞാൻ ഓർത്തു എലോണായിട്ട് എന്തായാലും നടക്കണം, അപ്പോൾ അതൊക്കെ വീഡിയോ എടുത്തൊരു വ്ളോഗ് പോലെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ വീണ്ടും ചാനൽ റീസ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വേറെ എന്താ പറയുക, ഞാൻ അങ്ങനെ പണ്ടൊക്കെ ഞാൻ ഒത്തിരി സംസാരിക്കുമായിരുന്നു, നല്ലപോലെ സംസാരിച്ച് സ്റ്റോപ്പ് ചെയ്യാണ്ട് ഇങ്ങനെ എപ്പോഴും ഒത്തിരി സംസാരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെ സംസാരിക്കാൻ പോലും എന്താ കിട്ടണില്ല, എന്താ പറയണ്ടേ. കുറേ നാൾ ആന്ധ്രയിലൊക്കെ ആയിരുന്നപ്പോഴത്തേക്കും അവിടെ ഒന്നും അധികം സംസാരിക്കാൻ അങ്ങ് സൈലൻ്റ് ആയിപ്പോയായിരുന്നു. അവിടെ ഇംഗ്ലീഷിൽ വേണ്ട സംസാരിക്കുക. അപ്പോൾ ആദ്യത്തെയൊക്കെ കുറേ നാൾ കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമൊക്കെ വരും. പിന്നെ മലയാളീസ് ഉണ്ടായിരുന്നു, അവരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു. എന്നാലും എന്തൊക്കെയോ ഞാൻ പിന്നെ ആ ടൈമിൽ കുറച്ച് ഡിപ്രഷൻ ആ ഒരു സെറ്റപ്പൊക്കെ ആയിരുന്നു. സെറ്റപ്പ് മീൻസ് ഞാൻ ഒരു ചെറിയ ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോയായിരുന്നു.
അപ്പോൾ ഞാൻ ആരുമായിട്ട് അങ്ങനെ മിണ്ടാണ്ട് വീട്ടിലൊക്കെ ആണെങ്കിലും വീട്ടിൽ നിന്നൊക്കെ ഞാൻ ഒത്തിരി അകന്നത് കൊണ്ടൊക്കെ തന്നെ കുറച്ചൊരു ഡിസ്റ്റൻസ് നിൽക്കുമല്ലേ. അപ്പം അതുകൊണ്ട് ആകെ ഒരു ആരുടെ അടുത്ത് മിണ്ടത്തില്ല, ആരുമായിട്ടൊരു ബന്ധമില്ല, അങ്ങനെയൊക്കെ ആയി പോയായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമല്ല, ഇപ്പം ഓക്കെ ആയി. എന്നാലും എന്താ പറയണ്ടേ, പണ്ടത്തെ അത്ര വായാടിയായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, എനിവേ ഗൈസ്, അപ്പം നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഡെയിലി വ്ളോഗായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അങ്ങോട്ട് എന്നും ഡെയിലി വ്ളോഗ്സ് ഉണ്ടായിരിക്കും. ഇപ്പോഴും യൂട്യൂബ് നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ഈ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിന് പോലും യൂട്യൂബ് ആഡൊക്കെ തന്ന് പതിയെ എന്നെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മളായിട്ട് എന്തിനാണ് വെറുതെ കളയുന്നത് അല്ലേ? പിന്നെ എനിക്ക് എന്തായാലും അലോൺ വൈബ് പഠിച്ചിരിക്കുക. അപ്പം എനിക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാം, വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അപ്പം അതൊക്കെ നോക്കുമ്പോൾ ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഫസ്റ്റിലെ തന്നെ പറഞ്ഞില്ലേ, ഇന്നലെ ഞാനൊക്കെ വ്ളോഗ്സ് അപ്ലോഡ് ചെയ്തിട്ട് കുറേ പേര് കണ്ടു. കുറേ പേരെന്ന് വെച്ചാൽ ഒരുപാട് പേരൊന്നുമല്ല, കുറച്ച് പേര് കണ്ടു. കുറച്ച് പേര് കണ്ടിട്ട് അവരൊക്കെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തിരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒരു സന്തോഷമൊക്കെ തോന്നി. അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് ഇനി ഡെയിലി വ്ളോഗ്സ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വ്ളോഗ് നമുക്ക് കാണാം. ബൈ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ നേരത്തെ എഴുന്നേറ്റായിരുന്നു കേട്ടോ. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി ചായ ഇടാൻ വരുന്ന വരവാണ് കേട്ടോ ഇത്. എനിക്ക് ചായ രാവിലെ കുടിക്കുന്നത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ രാവിലെ ഞാനൊരു ഗ്ലാസ് ചായ ഇട്ടു. എന്നിട്ട് ഞങ്ങളുടെ പുറത്ത് വരാന്ത ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചു തന്നിട്ടായിരുന്നു ആ വീഡിയോയിൽ. അവിടെ പോയി കുറേ നേരം ഇരുന്നു. അവിടെ കുറേ അപ്പുറത്തായിട്ട് മതിൽ കെട്ടിയേക്കുന്ന മതിലല്ല, ഒരു കമ്പിവേലി കെട്ടിയേക്കുന്നതിൻ്റെ അപ്പുറം കുറേ കോഴിക്കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അതുങ്ങളെയൊക്കെ നോക്കി കുറേ നേരം അവിടെ ഇരുന്നു. എനിക്ക് ഈ വരാന്തയിൽ വന്നിരിക്കുന്ന പണ്ട് തൊട്ടേ ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. നല്ല കോരിച്ചൊരിയുന്ന മഴയത്തൊക്കെ പുറത്ത് വരാന്തയിൽ വന്നിരുന്ന് ഒരു ചായയൊക്കെ കുടിക്കുന്നത് എനിക്ക് പണ്ട് തൊട്ടേ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുപോലെ ഇപ്പോൾ ഇവിടെ വന്നിട്ടാണെങ്കിലും ഞാൻ എൻ്റെ ശീലങ്ങളൊന്നും മാറ്റിയിട്ടില്ല. എനിക്ക് പുറത്ത് വരാന്തയിൽ വന്നിരിക്കുന്നതും ഇടയ്ക്ക് ഇതിലേക്കൂടിയൊക്കെ നടക്കാൻ പോകുന്നതും ഇവിടെ വന്നിട്ട് ഒറ്റയ്ക്ക് വൈബടിച്ച് നടക്കുന്നത് ഞാനാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ഒറ്റയ്ക്ക് ഒരു റൂമിൽ അടച്ചുപൂട്ടി ജോലി, ഹോസ്പിറ്റൽ ഇങ്ങനെ തന്നെ ഇരിക്കുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. എനിക്കെപ്പോഴും ഇങ്ങനെ ഇടയ്ക്ക് മൈൻഡൊക്കെ ഒന്ന് കൂളാക്കി പുറത്തൊക്കെ പോയി അങ്ങനെ ഒരു വൈബിൽ നടക്കണം. അതിപ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും ഓക്കെയാണ്, അതെനിക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ കുറേ നേരമായി ഇതിലേക്കൂടെയും തേരാപാര നടന്നിട്ട് ഞാൻ പോകാൻ റെഡിയാവാൻ തുടങ്ങി കേട്ടോ. എനിക്ക് പുട്ടപ്പ് ചെയ്യാൻ ഒട്ടും ഇഷ്ടമല്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും മനസ്സോടെയാണ് കേട്ടോ ഞാൻ പുട്ടപ്പ് ചെയ്യുന്നത്. പിന്നെ ഹോസ്പിറ്റൽസിൻ്റെ റൂൾസ് ഇതൊക്കെ ആകുമ്പോൾ നമുക്കതൊക്കെ ഫോളോ ചെയ്തല്ലേ പറ്റത്തുള്ളൂ. സിംപ്ലിസിറ്റി മസ്റ്റാണല്ലോ. അങ്ങനെ ഒട്ടും താല്പര്യമില്ലെങ്കിലും പുട്ടപ്പ് ചെയ്ത് റെഡിയായി ഞാൻ പോകാൻ ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞാൻ റെഡിയായി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങളുടെ ഡ്രൈവറായിട്ട് വണ്ടിയായിട്ട് എന്നെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്കും വീട്ടിൽ നോക്കി പാണ്ടെ പരിചയമുള്ള 2 മുഖങ്ങൾ അവിടെ നിന്ന് കൈ കാണിക്കുന്നു. പിന്നെ എനിക്ക് ഫുഡ് കഴിച്ചിട്ട് ഡ്യൂട്ടിക്ക് കയറണമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ താഴെ എനിക്ക് കഞ്ഞി തരുന്ന പുഷ്പ ചേച്ചിയെ പറ്റി, ചേച്ചിയുടെ കടയിലേക്കാണ് ഞാൻ നേരെ പോയത്. വേഗം ഫുഡ് കഴിച്ചിട്ട് ഡ്യൂട്ടിക്ക് കയറാമല്ലോ എന്ന് ഓർത്തിട്ട്. പിന്നെ ഞാൻ വേഗം പഞ്ച് ചെയ്തിട്ട് ഡ്യൂട്ടിക്ക് കയറി കേട്ടോ. അങ്ങനെ 10 മണിയായപ്പോഴത്തേക്ക് എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു കേട്ടോ. എൻ്റെ കൂടെയുള്ളൊരു ഫ്രണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട് ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 4 പേർക്ക് 4 ഫ്ലേവർ ജ്യൂസായിരുന്നു. ഗ്രേപ്സ്, വാട്ടർമെലൺ, പൈനാപ്പിൾ, ടെൻഡർ കോക്കനട്ട്. അത് ഫ്രിഡ്ജിൽ അങ്ങനെ ഇരിക്കുന്ന കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനതൊക്കെ എടുത്തുകൊണ്ട് പോന്നു. കുടിച്ചിട്ട് പോരാൻ നിന്നില്ല, ലേറ്റ് ആയാലോ എന്നോർത്ത് വേഗം തന്നെ ഞാൻ ഇറങ്ങി. താഴെ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വേഗം വണ്ടി എടുത്ത് പോന്നു. ഹോസ്റ്റലിൽ വന്നു, കുളിച്ച് ഫ്രഷാക്കി കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ.